ഹായ് ഗായ്സ്, ഐ ആം അനസി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഹോസ്റ്റലിൽ ആരും ഇല്ലാത്തൊരു സൺഡേ കാണിച്ചിരും. അതായത് ഇന്ന് ഹോസ്റ്റലിൽ ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ 2-3 ഫസ്റ്റ് ഇയേഴ്സിലെ പിള്ളേരുണ്ട്. അവർ അപ്പുറത്തെ ബ്ലോക്കിലാണ്. അവർക്ക് എക്സാം നടക്കുന്നുണ്ട്. അവരവിടെ നിന്ന് പഠിക്കുന്നുണ്ട്. ഞാൻ മാത്രമേ ഇന്ന് ഈ ബ്ലോക്കിലുള്ളൂ. അവർ രാവിലെ എണീറ്റ് ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും പുറത്തു പോയിരിക്കുന്നത് സൺഡേ ആയതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ഫോൺ നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറേ നേരം ഫോണിങ്ങനെ തൊണ്ടുകൊണ്ടിരുന്ന്. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ എള്ളുണ്ടയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 2-3 എള്ളുണ്ടയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ചോദിച്ചു അസൈൻമെൻറ്റ് എഴുതാമെന്ന് ചോദിച്ചു. അങ്ങനെ പീഡിയാട്രിക് അസൈൻമെൻറ്റ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എൻ്റെ ഇൻഡിവിജ്വലിൻ്റെ അസൈൻമെൻറ്റാണ് തപ്പി. അങ്ങനെ അതൊക്കെ കണ്ടുപിടിച്ച് ഇൻഡിവിജ്വൽ അസൈൻമെൻറ്റ് എഴുതി. അത് എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് നേരം പുസ്തകം വായിക്കാമെന്ന് വെച്ചിട്ട് എൻ്റെ കയ്യിലിരുന്നൊരു കഥാപുസ്തകം എടുത്തു. ആ കഥാപുസ്തകത്തിൻ്റെ ഒരു 2-3 പേജ് വായിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയാവാറായി. ഉച്ചയ്ക്ക് ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോയി ഉച്ചത്തെ ഫുഡ് കഴിച്ചു. ഇതായിരുന്നു ഞങ്ങളുടെ ഉച്ചത്തിൻ്റെ മെനു: ചോറ്, പപ്പടം, കറി, സോയാബീൻ. അങ്ങനെ കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് കുറച്ച് ഉറക്കം വരുന്നുണ്ടെന്ന് പോലെ തോന്നിയതുകൊണ്ടും അതിന് ഉറങ്ങാൻ കിടന്നു. പക്ഷേ കിടന്നപ്പോൾ ആ ഉറക്കം അങ്ങ് പോയി. അപ്പോൾ എൻ്റെ ചോദിച്ചു സിനിമ കാണാമെന്ന്. അതിന് ഞാൻ അടുത്തേക്ക് കണ്ടു. ഞാൻ കഴിഞ്ഞ ദിവസം ഈ സിനിമ ഡൗൺലോഡ് ചെയ്ത് വെച്ചായിരുന്നു. അങ്ങനെ ആ സിനിമയും കണ്ടുകൊണ്ട് ഇങ്ങനെ കിടക്കുവാണ്. അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ദാണ്ടെ സമയം 4 മണിയാവാറായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചായ വന്നു. ഇന്നിവിടെ ചായക്ക് പഴംപൊരിയാണ്. പഴംപൊരി കട്ടൻ ചായ എടുത്തു. പിന്നെ ഇവിടെ റസ്ക് ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടി അതെല്ലാം കഴിച്ചു. പിന്നെ വിചാരിച്ചു എന്നാൽ പോയി കുളിച്ചിട്ട് വരാം. ഞാൻ കുളിക്കാൻ പോവാണ്. കുളിച്ചിട്ട് വന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിന് ഇരുന്നു കുറച്ച് നേരം ഒരു 2-3 വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2-3 വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്ത് വെച്ചു. ഞാൻ അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്കും എന്താണ്ട് പുറത്ത് പോയ എല്ലാവരും തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ ആരും ഇല്ലാത്ത ഹോസ്റ്റലിൽ ആളായി. അങ്ങനെ പിന്നെ അവിടെ അവർ പുറത്ത് ക്യാരംസ് കളിക്കുമായിരുന്നു. പിന്നെ കുറച്ച് ഞാനും അവിടെ ചെന്നിട്ട് എനിക്ക് ക്യാരംസ് കളിക്കാനൊന്നും അറിയില്ല. ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് അവർ കളിക്കുന്നത്. നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോന്ന് പറഞ്ഞ് വർത്തമാനമൊക്കെ പറഞ്ഞ് ക്യാരംസ് കളിച്ച് ഫുഡ് വരുന്നവരെ ക്യാരംസ് കളിച്ചു. അത് കഴിഞ്ഞ് ഫുഡ് വന്നതിന് ശേഷം ഞങ്ങൾ എഴുതാൻ വീണ്ടും തുടങ്ങുകയാണ് എഴുതാൻ. ഒരു പാട്ടൊക്കെ വെച്ച് എഴുതാനായിരുന്നു. ഇപ്പോൾ എഴുതാൻ പോകുന്നത് സൈക്യാട്രിയുടെ അസൈൻമെൻറ്റ്സാണ്. സത്യം പറഞ്ഞാൽ എഴുത്ത് മാത്രമേ ഉള്ളൂ. ഈ സെം തുടങ്ങിയതേ ഉള്ളൂ. അപ്പോഴേക്കും തന്നെ കുറേ എഴുതാനുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, സമയമില്ല. എല്ലാ 6 മാസത്തിനുള്ളിൽ തീർക്കണ്ടേ. അതിന് സൈക്യാട്രിയുടെ അസൈൻമെൻറ്റും കണ്ടുപിടിച്ച് ആ അസൈൻമെൻറ്റ് എഴുതാനായിരുന്നു. അങ്ങനെ അത് തീരാറായി. സൈക്യാട്രിയുടെ അസൈൻമെൻറ്റ് എഴുതുമ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ബാക്കി വെച്ച പേജിൻ്റെ വായിച്ച് ബാക്കി നിർത്തിയ കഥയുടെ ബാക്കി 2 പേജ് കൂടെ വായിച്ചു. അപ്പോഴാണ് പറഞ്ഞത് കുറച്ച് സാരി ഡ്രേപ്പ് ചെയ്യാനുണ്ട്. അതിന് ഞാൻ ഹെൽമേനെ സാരി ഡ്രേപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ പോയി. അത് കഴിഞ്ഞപ്പോഴേക്കും കിടക്കാൻ സമയമായി. കിടക്കാൻ സമയമൊന്നും ആയില്ല, പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരത്തെ കിടക്കാമെന്ന് വിചാരിച്ചു. 9:30 ആയതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ വീണ്ടും കുറച്ച് നേരം ഫോണിങ്ങനെ തോണ്ടിക്കൊണ്ടിരുന്നു. ഇനി ബർത്ത് മന്തിൻ്റെ സംഭവം വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളുടെ ബർത്ത് മന്ത് ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എൻ്റെ ജൂലൈ ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.